അമ്മേ അച്ഛാ ദാ യഷിൻ്റെ ടീസർ വന്നിട്ടുണ്ട്, എല്ലാവരും വരൂ കാണാം. മലയാളി ഡയറക്ടർ എടുത്ത സിനിമ തമിഴ്നാട്ടിൽ പൊങ്കൽ റിലീസിന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് ഓടുന്നുണ്ട്. ജനനായകൻ മാറി ഫെബ് നായകൻ. എൻ്റെ എക്സിൽ ഫീഡിൽ മുഴുവതാ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള ഫാൻസ് ഇല്ല, അവിടെ മറ്റേ ഫാൻസ് ഉണ്ട്. ആരാടാ എൻ്റെ മറ്റേ അണ്ണനെ പറയുന്ന ആ സീനാണ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വിജയ് ഫാൻസൊക്കെ റൗഡികളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. കൈദി 2 വേണോ, ലിയോ 2 വേണോ, പിന്നെ നിങ്ങൾക്ക് LCUവിൽ വേറെ റോളക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ മൂവി വേണോ, ഒന്നും വരാൻ പോകുന്നില്ല. ഏത് ചങ്ങൈ ഇങ്ങനൊരു ഡായ്പ് ചങ്ങൈ, എത്ര അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവരതിൽ കളിച്ചു തീർത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അതൊന്നും ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു ഡിഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങ് ബോളിവുഡിൽ നിന്നും. അങ്ങനെ ഫൈനലി വി ഗോട്ട് ഒരു ഇന്ത്യൻ ഡിഡി. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ജനനായകൻ്റെ ഫാൻസ് ടിക്കറ്റൊക്കെ എടുത്തു വെച്ച് രാവിലത്തെ 5-6 മണി ഏതോ ഷോൻ്റെയൊക്കെ എടുത്തു വെച്ച് റെഡിയായി. ഈ കൊല്ലം അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഈ ജനനായകൻ ക്യാൻസൽ ചെയ്തത്. പിന്നെ ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ വീഡിയോ ചെയ്യാനും പിന്നെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതങ്ങോട്ട് ഒരു ശരിയായില്ല. പിന്നെ കുറച്ച് തിരക്കിലൊക്കെ പെട്ട് അങ്ങനെ ആ ഒരു വഴിക്കായിട്ട് പോയി. അതാണ് നമ്മുടെ ഫസ്റ്റ് ആഴ്ചയിൽ 2026 ഫസ്റ്റ് ആഴ്ച തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയോട്ട് അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ ഒരു പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ച സിനിമകളുണ്ടോ, പൊങ്കൽ റിലീസുകൾ ഒരു ലോഡ് ഒന്നുമില്ല. ഇപ്പോൾ ഒരെണ്ണം പോയല്ല, വിജയിൻ്റെ ഒന്ന് പോയി. പരാശക്തി ഇറങ്ങി, പരാശക്തി ഞാൻ കണ്ടു. പിന്നെ ജീവയുടെ നമ്മുടെ ഫാലിമി എടുത്ത നിർമ്മൽ സച്ദേവോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര് അറിയാമല്ല, പേരെത്തിരി പ്രശ്നമാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമ അതാണിപ്പോൾ ഹിറ്റായിട്ട് ഓടുന്നത്. മലയാളി ഡയറക്ടർ എടുത്ത സിനിമ തമിഴ്നാട്ടിൽ പൊങ്കൽ റിലീസിന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് ഓടുന്നുണ്ട്. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ആൾക്കാരനെ അറിയാമല്ല, ഈ ഇങ്ങനത്തെ സിനിമകളൊന്നും പോയി കാണൂല്ല. മെയ്യഴകൻ ഒക്കെ പോലത്തെ ഒരു വൈബാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. കണ്ടില്ല, ട്രെയിലറും മറ്റേ സംഭവമൊക്കെ കണ്ട് ഈ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കണ്ട് എല്ലാവരും കാണണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ല, ഹിറ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല കാര്യം. പിന്നെ ഒരു ലോഡ് ന്യൂസുകളുണ്ട്. ന്യൂസുകൾ പറഞ്ഞാൽ അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും അപ്ഡേറ്റ്സ്. പറ അത് ഇത് എന്നെ ഏറ്റവും ഞെട്ടിച്ച മറ്റേ ബാച്ചലർ പാർട്ടിൻ്റെ അപ്ഡേറ്റ് വരെയുണ്ട്. പിന്നെ ദൃശ്യത്തിൻ്റെ 3rd പാർട്ട്, അങ്ങനെ ഒരു ലോഡ്. ആൻഡ് വി ഓൾസോ ഗോട്ട് എ ഡിഡി, ബോളിവുഡ് ഡിഡി വി ഗോട്ട് ലാസ്റ്റ് വീക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ട്രെയിലറും യൂഫോറിൻ്റെ ട്രെയിലർ വരുന്നു, അതിൻ്റെ ട്രെയിലർ വരുന്നു, പിന്നെ കുറേ ന്യൂസുകൾ വരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ജനനായകൻ എന്താ പറ്റിയത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. സോ ഈ ആഴ്ച റിവ്യൂസ് ഒന്നുമില്ല. റിവ്യൂസ് ഇപ്പോൾ പരാശക്തിക്ക് റിവ്യൂസ് പറയാൻ ഒന്നും കാര്യമായിട്ടില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ വാട്ട് ഹാപ്പൻ ടു ദി ജനനായകൻ. സോ ഓഫ് കോഴ്സ് അവർ സെഗ്മെൻറ്റ് ഈസ് ബ്രേക്കിംഗ് ന്യൂസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഫോർ അൺഎംപ്ലോയ്ഡ് പീപ്പിൾ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇപ്പോൾ വിജയ് ഫാൻസിനെ തെറി വിളിക്കാത്ത ആരും തന്നെ ഇൻ്റർനെറ്റിലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. ഇപ്പോൾ നമ്മുടെ ഫാൻസ്, നമ്മൾ ഭയങ്കര ആരാധിക്കുന്ന ഒരാൾ, അയാളുടെ സിനിമ വേണമെന്ന് വെച്ച്, അത് ശരിക്കും ഈ സെൻസർ ബോർഡുകാരുടെ ഒരു തോന്നിവാസം തന്നെയാണ് പുള്ളിയുടെ ഈ ഒരു കേസിൽ. അതാണ് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. എലക്ഷൻ വരാൻ പോവുകയാണ്, അതായത് നമ്മളവിടെയും ഏപ്രിൽ ആ സമയത്ത് ഇലക്ഷൻ വരും തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തമിഴ്നാട് ഇലക്ഷൻ വരുന്നുണ്ട്, ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണം. ഞാൻ ഒരുപാട് പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ആ പൊളിറ്റിക്സ് മനസ്സിലാക്കണം. 3 സിനിമകളാണ് പൊങ്കൽ റിലീസിന്, മെയിൻ സിനിമകളാണ് പൊങ്കൽ റിലീസിന് ഇറങ്ങിയിരുന്നത് എന്തോ വെച്ചോ. ഒന്ന് ജനനായകൻ, അത് നമ്മുടെ വിജയിൻ്റെ പാർട്ടിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നൊരു സിനിമ. രണ്ടാമത് പരാശക്തി ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്നത് റെഡ് ജൈൻസുകാർ തന്നെയാണ്, സൺ നെറ്റ്വർക്കുകാർ തന്നെയാണ് ചെയ്യുന്നത്. അതെന്താണ്,
തമിഴ് എന്നുള്ള ലാംഗ്വേജിനെ നമ്മൾ മറ്റേ അതിന് വേണ്ടി പോരാടണം എന്ന് പറയുന്ന സംഭവം. അത് DMK ഇപ്പോൾ അവിടെ ഉള്ള മറ്റേ സ്റ്റാലിൻ്റെ പൊളിറ്റിക്സ് പറയുന്നതാണ് പരാശക്തി. ഇനി മൂന്നാമത്തെ സിനിമ, അത് കുറച്ച് മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു, ഈ വാദ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ. അത് MGRൻ്റെ സിനിമ. അതായത് വേറെ പാർട്ടീൻ്റെ അവിടെ, ഈ ജയലളിതൻ്റെ പാർട്ടി, ഇപ്പോഴത്തെ ജയലളിത, പണ്ടത്തെ MGRൻ്റെ പാർട്ടി, ആ പാർട്ടിയുടെ സിനിമ. ആക്ച്വലി അത് ഈ ശരിക്കും വാദ്യാർ ഈ ആഴ്ച ഇറങ്ങേണ്ടതല്ല, അത് കുറേ മുന്നേ ഇറങ്ങേണ്ടതാണ്. പിന്നെ ഈ ആ കങ്കുവൻ്റെ പ്രൊഡ്യൂസറാണ്, അപ്പോൾ അയാൾക്ക് അല്ലെങ്കിലേ നഷ്ടം. അപ്പോൾ ഇതെന്തൊക്കെയോ കേസൊക്കെ വന്ന് അങ്ങനെ പ്രശ്നമായിട്ട് പിന്നെ മാറ്റി വെച്ചതാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആക്ച്വലി നോക്കുമ്പോൾ 3 പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ 3 സിനിമകളാണ് ആക്ച്വലി ഇറങ്ങിയിരിക്കുന്നത് പൊങ്കലിൽ. അതിൽ വിജയിൻ്റെ സിനിമനെ ഇറക്കാൻ വിട്ടില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സിസ്റ്റം ഉണ്ട് എപ്പോഴും. ഒരു 2 പാർട്ടി സ്റ്റേറ്റ് ഒന്നും അല്ലെങ്കിലും നമ്മൾ 2 പാർട്ടി ആയിരിക്കും എപ്പോഴും. ഒരു മൂന്നാമത്തെ പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി, 3 പാർട്ടി ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ എന്നാലും പുതിയൊരു 4ാമത്തെ പാർട്ടി ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് വരുന്നു, പുതിയൊരാൾ ഭയങ്കര സംഭവമായിട്ട് വരുന്നുണ്ടെങ്കിൽ നോ വൺ വിൽ ലൈക്ക് ഇറ്റ്. ആർക്കും അത് ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒന്നിച്ച് അതിനെ ഒതുക്കാനേ നോക്കുള്ളൂ. അതിപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വഴി. സിമ്പിൾ ലോജിക്കാണിത്. ഇത് മനസ്സിലാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കോമൺ നോളേജ് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അതാണ് വിജയിൻ്റെ കേസിന് പറ്റിയത്. സിമ്പിൾ സാധനം. ഒന്നാമത്തെ കാര്യം, ഭഗവത് കേസരിൻ്റെ അതേപോലെ ആ ഫിലിമി ഷെയ്ക്കിൻ്റെ ഒരു റോസ്റ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഭഗവത് കേസരിൻ്റെ. ആരെങ്കിലും കാണാൻ ബാക്കി നീ അതൊന്ന് കാണണം. അതായത് പുള്ളി ട്രെയിലറിന്ന് ആലോചിച്ച് നോക്ക്, അതായത് ഭഗവത് കേസരിൻ്റെ ഒരു സീന്, ആ മമിത മറ്റേ ഞെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ സീന് വരെ ട്രെയിലറിലുണ്ട്. അതേ സീന് ഭഗവത് കേസരിയിലുണ്ട്. അപ്പോൾ ട്രെയിലറിലുള്ള സീന് വരെ ഡിറ്റോ കോപ്പിയാണ് ഭഗവത് കേസരിൻ്റെ. ബാലയ്യൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നാമത് ഈ ബാലയ്യൻ്റെ സിനിമ ഒന്നും അങ്ങനെ, ഞാൻ ഒരു സീനൊക്കെ അഖണ്ഡൻ്റെ മറ്റേ സീനൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ എന്താണ് ആ സിലിണ്ടറിനൊക്കെ പൊട്ടിച്ചിട്ട് ബുള്ളറ്റാക്കി പോലെ സിലിണ്ടറിനൊക്കെ വിടണം, അങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ട്. നല്ലത് ഞാൻ സിനിമയൊന്നും എനിക്ക് അതിനുള്ളൊരു ക്ഷമയും അതിനുള്ളൊരു ഇതില്ല, ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ അത് കണ്ടിട്ടില്ല. പക്ഷെ കാണുന്നുണ്ട് എന്താണ് ഇത് എത്രത്തോളം കോപ്പി അടിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. ഫിലിമി ഷെയ്ക്കിൻ്റെ റോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഫുള്ള് കോപ്പി, ഡിറ്റോ കോപ്പി. ട്രെയിലറിൽ അറ്റ്ലീസ്റ്റ് ട്രെയിലർ എന്നുള്ള സീനെങ്കിലും ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കോപ്പി ആയിരിക്കുമോ, അല്ലെങ്കിൽ അത് കോപ്പി ആണെന്ന് തോന്നുന്നില്ല എന്ന് പറയുമെങ്കിൽ ചെയ്യും. അതുമില്ല. അപ്പോൾ എന്താണ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോപ്പി. അപ്പോൾ ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമ, അതിലിപ്പോൾ കുറച്ച് മാറ്റം വിജയൻ്റെ പൊളിറ്റിക്സും പുള്ളിപ്പോൾ എല്ലാവർക്കും എതിരാണല്ലോ. അപ്പോൾ നാട്ടിലെ ചീഫ് മിനിസ്റ്ററിനൊന്ന് ഊക്കുണ്ടാവും, കേന്ദ്രത്തിലുള്ളവരിന് നോക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കട്ടിങ്ങും മറ്റേ വെട്ടിമാറ്റലും ഇതൊക്കെ ഈ സെൻസർ ബോർഡുകാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം? ഫുള്ള് ടേബിളൊക്കെ ഇറക്കിയിട്ടുണ്ട് കളി. ഫുള്ള് ഇതവിടെ ഞാനൊരു ഇമേജ് കൊടുക്കുക. ഫുള്ള് മറ്റേ പരാശക്തിക്ക് 3 ദിവസം കൊണ്ട് കിട്ടി, ഇവർക്ക് 20 ദിവസമായിട്ടും കിട്ടിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഇതാണ് ഈ വിജയ് ഫാൻസിന് എല്ലാവരും തെറി വിളിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരാശക്തിനെ വെറുതെ ഡീഗ്രേഡ് ചെയ്യുക. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലെയല്ലോ. ഇവർക്ക് മറ്റേ ഫ്രസ്ട്രേഷൻ, ആരിനെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്യണം ആ സീൻ. എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് കുറേ പേര് പറയുന്നത്. അതായത് മറ്റേ വിജയ് മറ്റേ തോക്കൊക്കെ കൊടുത്ത് ശിവകാർത്തികേയൻ ഇനി നീ വേണം തമിഴ്നാട്ടിൽ സിനിമനെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ കഴിഞ്ഞ സിനിമയിൽ. അതൊക്കെ മറന്നു ആൾക്കാർ. ഈ ഒരേ തെറി ശിവകാർത്തികേയൻ ഇനി ഇന്നതാ പറയുന്നില്ല. അതേപോലെ അതാണ് ഈ പരാശക്തിയുടെ, ഞാൻ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പരാശക്തിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും വിത്ത് പ്രൂഫ് ഒക്കെ ഇവരുടെ ഏതൊരു ചാറ്റ് റൂമിൽ ഇവർ ഇരുന്ന് സംസാരിച്ച് ഇതിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതും വേറെ ഇതൊക്കെ ഈ ചില ആൾക്കാർ ഈ ട്രോളൊക്കെ ആയിട്ട് ചെയ്യും. അതായത് വേറൊരു സിനിമയുടെ
കട്ടിങ് മറ്റേ തിയേറ്ററിൽ നിന്ന് വരുന്ന വീഡിയോ എടുത്തിട്ട് അത് ഈ സിനിമയുടെ കൊണ്ട് ഇടും. അറിയില്ലല്ലോ, എല്ലാ ആൾക്കാരും ഒരേപോലെ തന്നെ ഇരിക്കുക. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരേ ആൾ തന്നെയാണ് തിയേറ്റർ റെസ്പോൺസ് എല്ലാ സിനിമയ്ക്കും കൊടുക്കുക. അപ്പോൾ ഇവരൊക്കെ ഏത് സിനിമയ്ക്കും അതും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ അതായത് ഫേക്ക് റിവ്യൂസ് ഇവരെന്നെ എഡിറ്റ് ചെയ്ത് ഇട്ടു വിജയ് ഫാൻസ്. ഇത് എന്തിനാണ് അവർ ചെയ്യണത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. സീംസ് ജെനുവിൻ. അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇവർ നിങ്ങളുടെ സിനിമ ഇറങ്ങാൻ പറ്റിയില്ല, ഇവർക്ക് ഇറങ്ങി, അതിന് ഇവരെന്ത് ചെയ്ത്? അവിടെയാണ് ഒരു കാര്യം നമ്മൾ വരുന്നത്. ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ നോക്കണം. രണ്ടുപേരും ഒരേ സമയത്താണ് സെൻസറിന് കൊടുത്തത്. ഡിസംബർ 18 ജനനായകൻ കൊടുത്തു, ഡിസംബർ 19 പരാശക്തി കൊടുത്തു. ഓക്കെ, എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 22 ഇവർക്കൊരു ജനനായകൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ KVN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ. നമ്മുടെ ടോക്സിക്കൊക്കെ വരാൻ ചെയ്യുന്ന ഒരു ബഡ പാർട്ടിയാണെന്ന് തോന്നി, അതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഡിസംബർ 22 ഇവർക്കൊരു മെയിൽ വരികയാണ്. എന്ത്, നിങ്ങൾക്ക് UA സർട്ടിഫിക്കറ്റ് 16+ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളൊരു ഇൻറ്റിമേഷൻ വരികയാണ്. അതായത് അവർ നോട്ടിഫൈ ചെയ്യാണ് മെയിൽ വഴി. ഇതൊക്കെ പ്രൊഡ്യൂസർ പറയണ കേട്ടോ. മെയിൽ വന്നു, ശരി ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കുറച്ച് ചേഞ്ചസും എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം കിട്ടും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇപ്പം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ജനുവരി 4 വരെ ആക്കി. 4 എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് 5 എന്ത് ചെയ്ത് സെൻസർ ബോർഡുകാർ ഇത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ റിവ്യൂ കമ്മിറ്റിയിലേക്ക് വിട്ടു. ഈ റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ടാണ്. സെൻസർ ബോർഡുകാർ കുറേ കട്ടുകൾ പറയും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ട് ശരി നിങ്ങൾ പറഞ്ഞൊക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് തോൽവി സമ്മതിക്കുക, ഇല്ലെങ്കിൽ റിവ്യൂ കമ്മിറ്റിയിലേക്ക് പോവുക. റിവ്യൂ കമ്മിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒന്നുകൂടി ഇരുന്ന് കാണുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്താ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഇത് ഭയങ്കര സീക്രട്ടായി. ഈ സെൻസർ ബോർഡ്, ഒന്നാമത് ഈ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ പരിപാടിയെ എടുത്ത് മാറ്റണം. എന്തിന്? വൈ? വേണമെങ്കിൽ കണ്ടാൽ മതി. 18 വയസ്സാണോ അല്ലേ, ബും കഴിഞ്ഞു. എന്തിനാണ് അതിനും ഇവർ കട്ട്? എന്തിന്? സന്ദീപ് വാങ്ക റെഡ്ഡിയോ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, റിട്ടയേർഡ് ഡയറക്ടേഴ്സ് വേണം സെൻസർ ചെയ്യാമെന്നോ. അതെന്താ റിട്ടയേർഡ് ഡയറക്ടേഴ്സ്? അങ്ങനെ ഒരു സാധനമുണ്ടോ? ഈ വയസ്സായിട്ട് എണിച്ചടക്കാൻ പറ്റാത്ത ആൾക്കാരെയാണോ അങ്ങനെ പറയണത്? എല്ലാവരും ഡയറക്റ്റ് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ. മാർട്ടിൻ സ്കോർസേസി അപ്പൂപ്പനൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 18 വയസ്സാണോ അല്ലയോ അത് മാത്രം മതി. നിങ്ങൾ വേണമെങ്കിൽ കാണ്, ഇത്രേ ഉള്ളൂ. ആ സൂപ്പർമാനൊക്കെ എഡിറ്റ് ചെയ്ത് ഓർമ്മയില്ല, ഒരു കിസ്സൊക്കെ, അത് മെയിൻ സീൻ, സൂപ്പർമാനും ലൂയിസ് ലെയിനും കിസ് ചെയ്യാൻ സീന് കട്ട് ചെയ്തിരിക്കുക. അത് പക്ഷേ ഇവരുടെ കുഴപ്പമുണ്ട്. അത് ഇവർ മറ്റേ 18+ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് കട്ട് ചെയ്തതാണ്. കാരണം കുട്ടികളെല്ലാം ഈ കോമിക് ബുക്ക് മൂവീസൊക്കെ കാണുക എന്ന് പറഞ്ഞിട്ട് ആണോ? കുട്ടികളാണോ കോമിക് ബുക്ക് സിനിമകൾ കാണുക? ഡെഡ്പൂള്, എത്ര എക്സാമ്പിൾസ് വേണം? ഡെഡ്പൂള്, ലോഗൻ എല്ലാം മറ്റേ 18+ അല്ലേ, അല്ലേ, അഡൽട്ട്സ് ഓൺലി അല്ലേ. അതിന് അമേരിക്കയിൽ എന്തോ ഒരു റേറ്റിംഗ് പറയുമല്ലോ, എന്തോ ഒരു സംഭവം പറയും അവിടെ. അപ്പോൾ അതാണ്, അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ. ഇതൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ കമ്മിറ്റിക്ക് വിട്ട മിനിമം 7 to 20 days ആണ് പറയുക. മിനിമം ഒരു 10 ദിവസം എടുക്കും. ആ 10 ദിവസമാണ് ഇപ്പോൾ, റൈറ്റ് നൗ. ഇനി ജനുവരി 21, 22 എന്തോ ഒരു 23 ആ സമയത്ത് ഒരു അപ്പോഴാണ് ഇവരുടെ ഈ സാധനം വരിക. ഇനി ഇതെന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക. എന്നിട്ട് അത് ഇവർ ചെയ്യുമ്പോഴാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. എന്നിട്ട് സിനിമ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമ ജനനായകൻ മാറി ഫെബ് നായകൻ ആവും. എൻ്റെ എക്സിൽ ഫീഡിൽ മുഴുവതാ കോമഡി. ജനനായകൻ മാറി ഫെബ് നായകനായി. അപ്പോൾ അതായി. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ എന്തോ ഇവരിനെ ഒന്ന് വലിപ്പിച്ചു.
കാരണം ഇത് ഓൾറെഡി റീമേക്കല്ലേ, ഈ റീമേക്കിന് എന്തിനാണോ ഇങ്ങനെ വലിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംബഡി വാണ്ട്സ് ദിസ് മൂവി ടു നോട്ട് റിലീസ്, അല്ലെങ്കിൽ പക്ഷെ ഈ ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഡയറക്റ്റ്ലി ഒരു ഹൈപ്പ് കൂട്ടല്ലേ ചെയ്യാം. അങ്ങനെ ചിന്തിക്കട്ടെ. പോളിറ്റിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാനും പറ്റില്ല. ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക്. കോൺസ്പിറസി പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ അണ്ണൻ ഇവരിങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പത്തി ആണ് ആക്ച്വലി ഉണ്ടാവുക. പൊളിറ്റിക്സ് നമ്മൾ കോയിലും മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. അതായത് എന്ത് വേണമെങ്കിലും ചെയ്യും പൊളിറ്റിക്സിൽ, ഒരു സിമ്പത്തിയും ഒരു ഇമ്പാക്റ്റും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്നവരും ഉണ്ട്, അതും എൻ്റെ ഫീൽഡിലുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് എന്തിനാണ് കാണുന്നത്. പരാശക്തിക്കാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ 25-ാം തീയതി അവർക്ക് കുറേ കട്ട്സ് പറഞ്ഞു. ഈ പരാശക്തിയിൽ നല്ല പൊളിറ്റിക്സ് ഉണ്ട്, പക്കാ പൊളിറ്റിക്സ് ആണ് അതിലും. അത് ഈ മറ്റേത് എന്താണ് ദ്രാവിഡ ആ ഒരു പൊളിറ്റിക്സ്, അവരുടെ തമിഴ് വാഴുക ആ സാധനമില്ലേ അത്. അപ്പോൾ അവരെന്ത് ചെയ്ത് 25-ാം തീയതി തന്നെ റിവ്യൂ കമ്മിറ്റിക്ക് വിട്ടു. അവർക്ക് എപ്പോഴാണ് ഈ സെൻസർ കിട്ടിയിരിക്കുന്നത്? റിലീസിൻ്റെ 10-ാം തീയതി റിലീസിൻ്റെ 18 മണിക്കൂർ മുന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ ഈ പരാശക്തിക്കാരും ഈ ജനനായകം മുടങ്ങിയതായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ തെറി മുഴുവൻ കേൾക്കുന്നത് ഇവർക്ക്, ഈ ശിവകാർത്തികേയനും ഈ പരാശക്തിയും. പരാശക്തി കുറച്ച് നല്ല സിനിമയാണെങ്കിൽ ഒരു നമ്മൾ തേച്ചൊട്ടിക്ക് ഇവർ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ എന്താണ് പരാശക്തി അത്ര പോരാ. അപ്പം പിന്നെ ഇവരിത്തിരി പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ആളിപ്പോൾ എല്ലാവരും വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പരാശക്തി വെച്ച് നൈസ് സിനിമയാണ്. ഇവർ വേണം വെച്ച് കുറ്റം പറയുകയാണെങ്കിൽ ഇവർക്ക് ഭ്രാന്താണ് ഇതാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സുധാ കൊങ്ങരൻ്റെ ഏറ്റവും വേസ്റ്റ് വർക്ക് എനിക്ക് തോന്നുന്നു. ഈ സുധാ കൊങ്ങരൻ്റെ ഈ സിനിമ ഒന്നും അങ്ങനെ തിയേറ്റർ റിലീസ്, അങ്ങനെ ഒരു വൈഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് മാധവൻ്റെ സിനിമ ഞാനത് ഒട്ടിയിട്ടില്ല കണ്ടു. ഇനിയിപ്പോൾ എല്ലാം ഒരു തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടോ, തിയേറ്റർ ഹിറ്റാണോ എന്ന് എനിക്കറിയില്ല. സുധാരേ പട്ടർ OTT ആണല്ലോ ഫസ്റ്റ് സിനിമ. അത് അങ്ങനത്തെ ഒരു സിനിമ അല്ല, അത് ഇങ്ങനൊരു സിനിമയാണോ എനിക്കറിയില്ല. തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഞാനത് OTT എന്നാണ്ട്. അപ്പോൾ സുധാ കൊങ്ങരൻ്റെ ഫസ്റ്റ് ഒരു തിയേറ്റർ റിലീസാണ്. അതിൻ്റെ എല്ലാ പ്രഷറും അവരുടെ വർത്തമാനത്തിലുണ്ട്. അതായത് കോമഡി എന്ന് പറഞ്ഞില്ല. ഹോളിവുഡ് റിപ്പോർട്ടറിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരു ചങ്ങായി ഈ എക്സിലോയ ഭ്രാന്തന്മാരുണ്ടല്ലോ അതിലൊരുത്ത പറയുക, സെൻസർ ബോർഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, പക്ഷേ ഞങ്ങളുടെ അണ്ണാവെ പറ്റി ഞങ്ങളുടെ അണ്ണൻ സമ്മതിച്ചിട്ടുണ്ടോ നിങ്ങൾ സിനിമ റിലീസ് ചെയ്യാൻ? അണ്ണൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? ഫാൻസിനോട്, ഞങ്ങൾ വിജയ് ഫാൻസിനോടൊരു അപ്പോളജി ലെറ്റർ എഴുതി വിടും. ഏതാ അവസ്ഥ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തിയേറ്റർ റിലീസ് ആദ്യമായിട്ടാണല്ലോ ഇത്ര വൈഡായിട്ടുള്ള. ഞാൻ കുറേ ചിരിച്ചത് വായിച്ചിട്ട് ഞാൻ എനിക്ക് അത് അതെന്തോ റിട്ടേൺ ഇൻ്റർവ്യൂ അങ്ങനെ എന്തോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതെന്താ ഇവർ പറഞ്ഞുള്ളാനാണോ? 2-3 തവണ അയച്ചു ശരിക്കും ഉള്ള. അപ്പോൾ അതാണ് ജനനായകന് പറ്റിയത്. ഇവരിനെ തരാവണ്ട് പറ്റിച്ചു. ദാറ്റ്സ് ഇറ്റ്. സോ നോ അതർ വേ. ഈ സെൻസർ ബോർഡൊക്കെ പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ഒരു സംഭവമാണ്. അതിനെ ചാലഞ്ച് ചെയ്യാനും ഇവർ സുപ്രീം കോടതി പോയിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തു. പിന്നെ ഇവർ മദ്രാസ് ഹൈക്കോടതി പോയിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി UA സർട്ടിഫിക്കറ്റ് 16+ കൊടുത്ത് ഒഴിവാക്കാനാണ് പറഞ്ഞത്. അതിന് ചാലഞ്ച് ചെയ്ത് സ്റ്റേ വാങ്ങിച്ചു ആ ഒരു സെൻസർ ബോർഡ്. അപ്പോൾ അങ്ങനെ ഒരു സെൻസർ ബോർഡ് ബൈപ്പാസ് ചെയ്യുക, അതിൻ്റെ വേറെ എന്തെങ്കിലും വഴി റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. സോ വേറെ വഴിയൊന്നുമില്ല, വെയിറ്റ് ചെയ്യുക. ഫെബ് നായകൻ വരട്ടെ, പൊളിക്കാനൊന്നുമില്ല. അണ്ണൻ്റെ അവസാനത്തെ പടം ഈ ഫാൻസുകാരൻ്റെ ഒക്കെ കൂടെ പോയിരുന്ന ഇവന്മാരുടെ ഓരോ കാട്ടിക്കൂട്ടിലൊക്കെ കാണാം. അല്ലാണ്ട് സിനിമയൊക്കെ കാണുമ്പോഴേ അറിയില്ല. ആ റോബോട്ടൊക്കെ വന്നിട്ട് ഇട്ടോ മോനെ ഞാൻ അത് ഇറങ്ങിയിട്ട് വേണം അതിനെ
ഇനി ഇനി എന്താ വെച്ചാൽ ഇനി എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ വിജയ് ഫാൻസ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇല്ലാതാക്കിയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ മറ്റേ സിനിമ ഇറങ്ങട്ടാ കാണിച്ചാൽ ആ ഒരു ലെവലിലായിരിക്കും. സോ എന്താണെന്നറിയില്ല, അവർ ഇങ്ങനത്തെ ഓരോ ആൾക്കാരാണ് ഇവിടെ തമിഴ്നാട്ടിൽ. അറിയാലോ, എല്ലാവർക്കും ഫാൻസും, എല്ലാവർക്കും ഇങ്ങനെ നമ്മളവിടുത്തെ പോലെ വെറുതെ ഉള്ള ഫാൻസ് അല്ല, പേരിനുള്ള ഫാൻസ് അല്ല, ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫാൻസ് അല്ല, അവിടെ മറ്റേ ഫാൻസാണ്. ആരാടാ എൻ്റെ മറ്റേ അണ്ണനെ പറയുന്ന ആ സീനാണ്. അതാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യം. ഓക്കെ, സുധാകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വിജയ് ഫാൻസൊക്കെ റൗഡികളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. എല്ലാവരും അല്ല, ഓഫ് കോഴ്സ് അല്ല, വിവരമുള്ളവരും ഉണ്ട്, വിവരമില്ലാത്തവന്മാരും ഉണ്ട്, എല്ലാവന്മാരും ഉണ്ടാവുമല്ലോ. ഒരു കൂട്ടം ആൾക്കാരാകുമ്പോൾ ഇതിപ്പോൾ ഇന്ന ആൾക്കാരെ മാത്രം എടുക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും വരും. ഓരോ ആൾക്കാർക്ക് ഓരോ സ്വഭാവം. ചിലവർക്ക് ഇങ്ങനെ, ചിലർ ഓവർ ഇമോഷനിലായിരിക്കും, അപ്പോൾ അവരിങ്ങനെ പെരുമാറും. ചിലവർ സമാധാനം ആഗ്രഹിക്കുന്നവരായിരിക്കും, അവരങ്ങനെ പെരുമാറും. അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദസ് ജനനായകൻ ആൻഡ് ഹോൾ റിലീസ് ഇഷ്യൂ. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് ക്ലാഷ്. എത്ര ക്ലാഷാണ് ഇത്! പിന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ ഈ ബാർബൻ ഹൈമർ ഹിറ്റായല്ലോ, ഇനിയിപ്പോൾ അത് ഹോളിവുഡിൽ ഹിറ്റായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയും അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മുടെ അവിടേക്ക് ഈ ക്ലാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തിയേറ്റർ കിട്ടണ്ടേ? ഈ തിയേറ്റർ വരും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ആഴ്ച വേറെ എന്തെങ്കിലും സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും തിയേറ്റർ കിട്ടില്ല, ഇവർക്കും തിയേറ്റർ ഇല്ല. ആകെ ആടിയും ബഹളമാകുന്ന തോന്നണം. മിക്കവാറും ഒരു നോർത്ത് ഇന്ത്യ വേഴ്സസ് സൗത്ത് ഇന്ത്യ നടക്കും മാർച്ച് 19. ഓക്കെ, ഗീതു ചേച്ചിയിലാണ് എല്ലാ പ്രതീക്ഷയും. നടക്കോ ദുരന്തർ സെക്കൻഡ്? ഞാനിപ്പോൾ ഒരു 3-4 ക്ലാഷ് പറയാട്ടെ. ഈ കൊല്ലം നടക്കാൻ പറ്റുന്നത് ഏറ്റവും ഫസ്റ്റ് നടക്കുന്നത് മാർച്ച് 19 ദുരന്തർ സെക്കൻഡ് ടോക്സിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ആട് തേർഡ് പാർട്ട്, അതും മാർച്ച് 19. അതാണ് ഇപ്പോൾ ഈ ആട് 3-ക്കൊക്കെ എങ്ങനെ തിയേറ്റർ കിട്ടാനാണ് ഇതിൻ്റെയൊക്കെ അടിയിൽ? അത് വല്ലാത്തൊരു അതാണ് ഈ ക്ലാഷ് എന്നൊക്കെ പറഞ്ഞ്, ഈ ഹോളിവുഡിലെ ക്ലാഷ് പറഞ്ഞാൽ അത് ഈ ലോകം മുഴുവൻ ഇറങ്ങണമാണല്ലോ. അതിപ്പോൾ എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് പോയി കാണും. ഇതങ്ങനെയല്ലല്ലോ. എനിക്കറിയില്ല, വരട്ടെ എന്തായാലും പൊള്ളിക്കുക മാർച്ച് 19. ദുരന്തർ അറിയാലോ, ദുരന്തർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റെക്കോർഡൊന്നും ഇല്ല ബ്രേക്ക് ചെയ്യാൻ. അമ്മാതിരി ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ജനുവരി 30 നെറ്റ്ഫ്ലിക്സിൽ വരുന്നു, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റുമോ എന്നറിയില്ല, കാരണം അത്ര ഹിറ്റ്, കാരണം ഇല്ല, മാറ്റില്ല. കാരണം മാർച്ച് 19 സെക്കൻഡ് വരുമല്ലോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജനുവരി 30 നെറ്റ്ഫ്ലിക്സിൽ വരും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ദുരന്തർ സീനാണ്. ടോക്സിക് അറിയാലോ, ടോക്സിക്കിൻ്റെ ടീസറൊക്കെ ഇറക്കി. എന്താ ഞാൻ ഒറ്റയ്ക്കാണ് കണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുണ്ടായില്ല. അമ്മേ അച്ഛ ദാ യശിൻ്റെ ടീസർ വന്നിട്ടുണ്ട്, എല്ലാവരും വരൂ കാണാം. KGF അഭിനയിച്ച മാമൻ്റെ ടീസർ വന്നിട്ടുണ്ട്, പിള്ളേരെ വരൂ കാണാം. ശരിയാണ് ടീസർ. എനിക്ക് ആദ്യം തോന്നിയത് മാർക്കോ ഒരു വൈബ്, പിന്നെ അതിനാടകീയത, ശരിയായ നാടകം പോലെയുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ങേൻ്റെ ഒരു വൈബ്. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നൊരു സിനിമയല്ല. ഇത് നിങ്ങൾ എന്ത് വിചാരിച്ചോ അതിൻ്റെ വേറൊരു രീതിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീസർ ഇറക്കി എന്ന് തോന്നുന്നുണ്ട്. പേരെന്നെ പണ്ട് ടോക്സിക് എന്ന് മാത്രമായിരുന്നു, ഇപ്പോൾ പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ്, ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്. എന്തത്, 5 നായികമാരുണ്ട്, എന്തൊക്കെ ആവുമെന്തോ അറിയില്ല. ഇത് ചേച്ചി മൂത്തോൻ, അതായത് ഇങ്ങനത്തെ സിനിമ, ഈ ആർട്സി മൂവികൾ എടുക്കുന്നവർ ഈ കമേഴ്ഷ്യൽ എടുക്കുമ്പോൾ ഒരു ഇതുണ്ട്. അതുകൊണ്ടായിരിക്കും യശൊക്കെ ഇടപെട്ട്. റൈറ്ററിൻ്റെ പേരിൽ പണ്ട് യശൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പുതിയ പോസ്റ്ററിലൊക്കെ യശിൻ്റെ പേരൊക്കെ ഉണ്ട് റൈറ്ററിൻ്റെ ക്രെഡിറ്റ്സിൽ. എന്തോ ആയിക്കോട്ടെ, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ആയിക്കോട്ടെ, വരട്ടെ. പിന്നെ നമ്മുടെ ആടിൻ്റെ തേർഡ് പാർട്ടും അതിനി എന്താ അവസ്ഥയോ. അപ്പോൾ
ഇതാണ് മാർച്ച് 19 ഇനി ഏപ്രിൽ 2 അത് അടുത്തത് ദൃശ്യത്തിൻ്റെ 3rd പാർട്ട്. പിന്നെ വാഴ 2nd. അത് ക്ലാഷ് ഒന്നുമല്ല, വെറുതെ പറയുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ദൃശ്യത്തിൻ്റെ 3rd പാർട്ട് അത് ശരിയായൊരു സംഭവമായിരിക്കും. ജീത്തു ജോസഫിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് 30 എന്താണ് വലതുവശത്തെ കള്ളൻ. മിറാജ് ലാസ്റ്റ് ഇറങ്ങി. പൊന്നോ, അതായത് പുള്ളി ഒരു ലെവലിലാണല്ലോ. പുള്ളീൻ്റെ അടുത്ത് ഈ നോ പറയാൻ ആൾക്കാർക്ക് പറ്റാണ്ടാണോ എന്നറിയില്ല. എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നു മിറാജിൽ. ഒരു ട്വിസ്റ്റ്, അടുത്ത ട്വിസ്റ്റ്, ഓരോ 10 മിനിറ്റിലും 5 മിനിറ്റിലും ഓരോ ട്വിസ്റ്റ്. ഇത് നമുക്കേനെ ഇതെന്താ ഞാനൊക്കെ അവസാനം പുള്ളി ചിരിക്കായിരുന്നു ഈ ട്വിസ്റ്റ് വരുമ്പോൾ. ഇവനല്ല നോക്കിയോ അത് അവനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി ചിരി. ഞാൻ ഓട്ടിട്ടില്ലാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഞാൻ കണ്ടത്. ഗ്രാഫിക് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ കയറണമെങ്കിൽ ദൃശ്യം തന്നെ വരണം. റാമും മിക്കവാറും പെട്ടിയിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഗ്രാഫിക് ഇങ്ങനെയാണ്. കൂമൻ സെറ്റായിരുന്നു. കൂമൻ ആ ക്ലൈമാക്സ് ഒരു സാധാരണ പോലെ ആണെങ്കിലും പക്ഷെ കൂമൻ കിട്ടില്ലനായിരുന്നു. ആ ഫസ്റ്റൊക്കെ പൊളിയായിരുന്നു. ഫസ്റ്റല്ല, സിനിമ നൈസായിരുന്നു. ഓക്കെ, അതിൽ കുറ്റം പറയാനൊന്നുമില്ല. ജീത്തു ജോസഫിൻ്റെ ലെവലിലേക്ക് വന്നില്ല എന്നുള്ളൂ. സിനിമ പൊളിയായിരുന്നു. പക്ഷെ ഇനി ഗ്രാഫ് മോളിലേക്ക് പോകണമെങ്കിൽ ദൃശ്യം തന്നെ ഇറങ്ങണം. അത് നൈസായിരിക്കും. അത് മറ്റേ സസ്പെൻസൊക്കെ സ്പോയിലറൊന്നും ആരും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എന്തായിരിക്കും എന്നാലും ചെയ്യാൻ പോകും. ഒരു പിടിയില്ല. ട്വിസ്റ്റ് ഓരോ 10 മിനിറ്റിൽ ഓരോ ട്വിസ്റ്റ് ഉണ്ടാവുമോ. വലതുവശത്തെ കള്ളനൊന്ന് കാണണ്ടേ, എന്നിട്ട് വേണം ആ ഒരു ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസംബർ 18 ഞാൻ അടുത്തത് ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. റോബർട്ട് ഡൗണി ജൂനിയറും കൺഫേം ചെയ്ത്, ടിമോത്തി ഷാലമേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്തോ ഒരു ഫംഗ്ഷന് കണ്ടുമുട്ടിയിട്ട് ഡ്യൂൺസ്ഡേ. അതൊരു പൊളിയായിരിക്കും. മോനെ രാവിലെ ഐമാക്സിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂണ് കണ്ട് രണ്ടാമത് ഡൂംസ്ഡേ കണ്ട് വരാം. പൊളി. മെയ് 14 വേറൊരു സംഭവമുണ്ട്. കാട്ടാളൻ, നമ്മുടെ പെപ്പേൻ്റെ കാട്ടാളനും അതിരടി, ഈ നമ്മുടെ ബേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അഭിനയിക്കുന്നുണ്ട്. ടൊവിനോവും മറ്റ് വിനീതൊക്കെ ഉള്ള സിനിമ. നമ്മുടെ സൈലത്തിൻ്റെ അവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അതിരടി. പിന്നെ മെയ് 15 വേറൊരു, പിന്നെ മെയ് 14, 15 പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് മോളിവുഡ് ടൈംസ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. സംഭവം സിനിമ കോപ്പി അടിച്ചൊക്കെ ആണെങ്കിലും മറ്റേ എന്താണ് നൈറ്റ് ക്രോളർ അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്താണെങ്കിലും ഏതായിരുന്നു സിനിമ, മറ്റേ വിനീതിൻ്റെ വക്കീൽ മറ്റേ ഡാർക്കായിട്ടുള്ള വക്കീൽ. എന്തായിരുന്നു ഇത്? എന്തോ മനസ്സിലായില്ലേ, മറ്റേ ഡാർക്കായിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ മറ്റേ അഭിനവ് സുന്ദർ പുള്ളിയുടെ മോളിവുഡ് ടൈംസ് നെസ്ലൻ്റെ അതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയ് 14, 15 നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. ഇവർക്ക് ഓരോ അടുത്തടുത്ത് അയച്ചു പോയി ഇറക്കിക്കൂടെ അറിയില്ല. ഇതാണ് പുതിയൊരു ട്രെൻഡ്. ഇതാണ് ക്ലാഷസ് ഓഫ് 2026. ഇനിയിപ്പോൾ പുതിയ ക്ലാഷൊക്കെ എന്തെങ്കിലും വരാൻ ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ദുരന്തരം ടോക്സിക്കും എങ്ങനെയും ക്ലാഷ് വർക്കായി രണ്ടും ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ ഇവർ നോക്കിയോ, പിന്നെ എല്ലാം ക്ലാഷ് ഇറക്കും. ഇതിൻ്റെ ഒരു പരിപാടി അതാണ്. എന്തെങ്കിലും സാധനം വർക്കായി എന്ന് കണ്ടാൽ പിന്നെ അതിനെ ഓവറാക്കി ചളവാക്കി ഇല്ലാണ്ടാക്കും. ഇനി അടുത്തത് ഒരു ചതിയുടെ കഥ. കൈദി 2 വേണോ, ലിയോ 2 വേണോ, പിന്നെ നിങ്ങൾക്ക് LCUവിൽ വേറെ റോളക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ മൂവി വേണോ, ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ തെലുങ്കിൽ പോയി അല്ലു അർജുൻ്റെ കൂടെ അടുത്ത സിനിമ ചെയ്തു. ഏത് ചങ്ങൈ, ഇങ്ങനൊരു ഉഡായിപ്പ് ചങ്ങൈ. ഞാൻ പറയട്ടെ, ഇത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ആക്സിഡൻറ്റ്. അല്ലാണ്ട് അതായത് ഈ LCU എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഈ ഫാൻസുകാരും ഈ ബാക്കിയുള്ള ഇൻ്റർനെറ്റിലെ ആൾക്കാരും പൊക്കി ഇവിടെ വെച്ചെങ്കിലും പുള്ളിക്ക് ഇതൊന്നും ചെയ്യാനേ ഒരു താല്പര്യമില്ല. പുള്ളിയുടെ കയ്യിൽ പൃഥ്വിരാജ് മറ്റേ
ഇവൻ്റെ കുറേ സ്ക്രിപ്റ്റ് കഥ അറിയാതൊക്കെ പറഞ്ഞില്ല. എന്ത് കഥയാണാവോ ഈ അറിയുന്നത്? ഒരു ഐഡിയ ഇല്ല. ഇത് ലോകേഷ് കനകരാജ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇപ്പം ഈ പടം എന്തെങ്കിലും ഒരു താഴെ പോയാണ്ടല്ലോ കഴിഞ്ഞു. രജനീകാന്തിൻ്റെ കൂലീനെ ഇന്നതാ പറയാതില്ല. അതുപോലെയാണ് ലിയോയും. ലിയോക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനന്ന് ഈ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യില്ല. ഞാൻ മറ്റേ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുള്ള വോയിസ് ഓവറായിരുന്നു ആദ്യമൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു ലിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത്. ഞാൻ അന്ന് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഇവന്മാരൊക്കെ ഈ വിജയ് ഫാൻസൊക്കെ വന്നിട്ട് ഇവൻ എന്താ അറിയോ, ഇവൻ അങ്ങനെ ഇങ്ങനെ ഇത് എന്തിനാണ് ഇവർ ഡിഫെൻഡ് ചെയ്യണമെന്നറിയോ? ഫേക്ക് ഫ്ലാഷ് ബാക്ക് ലിയോൻ്റെ പോരാ, തല്ലിപ്പൊളിയാണ്. സെക്കൻഡ് ഹാഫ് തല്ലിപ്പൊളിയാണ്, ഒന്നുമില്ല, ഫോഴ്സ്ഡ് ആണ്. എന്തൊക്കെയോ ഒരു കഥ, എവിടെ നിന്നൊക്കെയോ ഒരു പെണ്ണ് ഇരട്ടകൾ എന്നൊക്കെ പറയണു, അവർ എന്തൊക്കെയോ ആവണു. what the fuck. അപ്പോൾ അതിന് കുറ്റം പറഞ്ഞു. അപ്പോൾ അത് ഒരു ഇതുപോലെ പോയി. പിന്നെ ലോകേഷ് തന്നെ വന്നിട്ട് പറഞ്ഞു, ഇതല്ല മൻസൂർ അലി ഖാൻ പറഞ്ഞതല്ല ഫ്ലാഷ് ബാക്ക്, അത് ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആയിരിക്കാം. ഇതുപോലെ കൺഫേമേറ്റീവ് ഗേറ്റ് പോലെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒന്നും വരാൻ പോകുന്നില്ല, വെറുതെ എന്തെങ്കിലും പറയും. എന്നിട്ട് ഇവരുടെ മെയിൻ ഇതെന്തായിരുന്നു അറിയോ? ഇത് തുടക്കം മാത്രമാണ്. ലിയോ 2-ലാണ് ശരിക്കുള്ള കഥ. ലിയോ 2 ഇല്ല, LCU ഇല്ല, ICU ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇന്നാൾ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ മറ്റേ ഗലാട്ട പ്ലസിൻ്റെ മറ്റേ ചങ്ങയില്ല, എന്താണ് BR എന്ന് വിളിക്കുന്ന ആൾ, അയാളുടെ ഓടി ഇരുന്നിട്ട് പറഞ്ഞതാണ് അടുത്തത് കൈതിട്ടുവാണ്, എനിക്ക് പിന്നെ ഒന്നും നോക്കണ്ട, കൈതിട്ടു, LCU ചെയ്യണം, കൈതിട്ടു. എന്നിട്ട് നേരെ പോയിട്ട് അവിടെ പോയി ചെയ്തിരിക്കുക. ഈ കൈതി 2 ക്യാൻസൽ ആവാനുള്ള കാര്യം എന്താണ്? ഇവനെന്തോ പൈസ കൂടുതൽ ചോദിച്ചു, 50 കോടി ചോദിച്ചു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ LCU ഒക്കെ അടച്ച് പൂട്ടി വീട്ടിൽ പോയി. ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനതൊരു വേൾഡ് ബിൽഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഇല്ല. ഇതിപ്പോൾ ഷൂട്ടിങ് തുടങ്ങുന്നേ ഉള്ളൂ അല്ലുവിൻ്റെ സിനിമ. ഈ അല്ലു അർജുൻ ഓൾറെഡി മറ്റേ പിന്നെ വേറൊരു അറ്റ്ലീൻ്റെ കൂടെ സൺ പിക്ചേഴ്സിൻ്റെ എന്തോ ഒരു വേറെ തന്നെ അവതാരൊക്കെ പോലെ എന്തോ സിനിമയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കൊല്ലം വരും തോന്നുന്നു. അപ്പോൾ ഇതിന് അടുത്ത കൊല്ലമായിരിക്കും. അപ്പോഴേക്കും ആൾക്കാരൊക്കെ മറക്കുക, ഈ റോളക്സ് ഏത് റോളക്സ് എന്ന് ചോദിക്കാം. കണ്ട, അതാണ് ഈ സമയം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. രജനീകാന്തിൻ്റെ ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ സിനിമ ചെയ്യാൻ പോയിട്ട് മൂഞ്ചേണ്ട ഒരു അവസ്ഥ. അതാണ് ഇവർക്കൊന്നും ഈ നോ പറയാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമാണ്. റോളക്സിൻ്റെ സിനിമ, സൂര്യക്കാണ് കഷ്ടകാലോട് കഷ്ടകാലം. റോളക്സിന് ഇതിറങ്ങി, നമ്മുടെ എന്താ അതിൻ്റെ പേര്, വിക്രം ഇറങ്ങി അടുത്തത് റോളക്സ് വന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ചെയ്തില്ല. അപ്പോൾ ലിയോ നാന്താണ്ട ലിയോ ആർക്കും അറിയില്ല, പക്ഷെ പാട്ടിലും മറ്റേലൊക്കെ ലിയോ ഒരു കോമഡി സിനിമ ലിയോട്ടെ. ഈ ആൾക്കാർക്ക് എങ്ങനെ സിനിമ ഇഷ്ടപ്പെട്ടത് എനിക്കതൊരു മനസ്സിലായില്ല. ഇത് തല്ലിപ്പൊളി സിനിമ. അതിനെ കുറേ പൊക്കി പിടിക്കാൻ കുറേ അമ്മമാർ. ഫേക്ക് ഫ്ലാഷ് ബാക്കാണ്, കോപ്പാണ്, ഒന്ന് പോളി. ഞാൻ അന്നേ പറഞ്ഞു ദുഡായിപ്പാണെന്ന്. അപ്പോൾ ലിയോ 2 വരുവാടാ, നീക്ക് കാണിച്ചു തരടാന്ന് പറഞ്ഞവന്മാരുണ്ട്. വിളിക്ക് അവന്മാരെ വിളിക്ക്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് അല്ലു അർജുനും ലോകേഷും. അല്ലു അർജുൻ്റെ 23ാമത്തെ സിനിമ, ലോകേഷിൻ്റെ 7ാമത്തെ സിനിമ. കീട്ടില്ലാൻ ഒരു BGM ഉണ്ട്, ഒരു ശരിയായൊരു സാധനം. റാപ്പ് കഴിഞ്ഞ ഒരു ക്ലാസിക്കൽ ഒരു സാധനം. പോളി. അതിൻ്റെ ഇത് പിന്നെ അണ്ണനെ അറിയല്ല, വേറെ ലെവൽ. കുറേ മൃഗങ്ങളൊക്കെയാണ്, ഒരു സിംഹം, കുറേ ചെന്നായികൾ, പിന്നെ ഒരു കുതിരയുടെ പുറത്ത് ഒരാൾ, അങ്ങനത്തെ ഒരു ഗ്രാഫിക്സൊക്കെയാണ്. എന്താണെന്നൊന്നും അറിയില്ല. അതാണ് ലോകേഷിൻ്റെ ചതിയുടെ കഥ, ചതിയുടെയും വഞ്ചനയുടെയും കഥ, ഫാൻസിയുടെ ഉമ്പിച്ച കഥ.
LCU മണ്ണാങ്കട്ട. ഇനി അടുത്തത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കുറച്ച് ഡ്രാമാസാണ്. അടിച്ച് പിരിഞ്ഞു അവർ. അതായത് ജോർജ് R.R. മാർട്ടിൻ ആയിരുന്നു ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ മെയിൻ ആൾ. പുള്ളിയാണ് ഇതിൻ്റെ ഷോ റൺ ചെയ്യണ ആളിനെയും എല്ലാവരെയും കൊണ്ടുവന്നത്. റയൻ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങയാണ് ഷോ റണ്ണറും. ഇപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോർജ് R.R. മാർട്ടിനെ ആരോ എന്തൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. പുള്ളി വന്നിട്ട് ഒരേ ചീത്ത എല്ലാവരെയും. ഇയാൾ ഇപ്പം ഞാൻ പറയണമെന്ന് കേൾക്കുന്നില്ല, ഞാനും ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗനായിട്ട് ഒരു ബന്ധമില്ല, അവന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സീസൺ എന്നോട് ചോദിക്കുകയും ചെയ്തു, സെക്കൻഡ് സീസൺ എന്നോട് ചോദിച്ചിട്ട് പോലും ഇല്ല ഒരു കാര്യങ്ങളും. ഞാൻ കൊടുക്കുന്ന നോട്ട്സും മറ്റേതൊക്കെ ഇവർ അതൊന്നും കേൾക്കുന്ന പോലും ഇല്ല. എന്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരാതിയും പരിഭവമാണ് ജോർജ് R.R. മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് കാണാനും ഉണ്ട്. സെക്കൻഡ് സീസൺ ഒരു അൺഫിനിഷ്ഡ് സീസൺ പോലെയാണ്. അത് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ HBO തന്നെ പറഞ്ഞിട്ടുണ്ട്, പൈസ ഇത്തിരി ഷോർട്ടാണ്, അതുകൊണ്ട് ഈ വലിയ യുദ്ധമൊന്നും ഇപ്പോൾ എടുക്കേണ്ട, അതൊക്കെ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. കപ്പലിലുള്ള എന്തൊക്കെ ഒരു പേരുള്ള യുദ്ധം ഉണ്ടാവും അതിൻ്റെ നോർമൽ, എന്താ ബാറ്റിൽ ഓഫ് എന്തോ സാധനം. അപ്പോൾ അത് കപ്പലിലൊക്കെ പോണ വലിയ യുദ്ധമാണ്, നേവി യുദ്ധമാണ്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ബഡ്ജറ്റ് വേണം, അതൊന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടത് സെക്കൻഡ് സീസണിൽ. ഇപ്പോൾ തേർഡ് സീസൺ വരുന്നുണ്ടല്ല, ഈ കൊല്ലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അതന്നെ ഫുൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ജോർജ് R.R. മാർട്ടിൻ ഇപ്പോൾ പുറത്ത് പറഞ്ഞു, ഇതൊക്കെ എഴുതിയ ആൾ. ഇനി അടുത്തത് കൺഫേംഡ് ഒരു സംഭവം വന്നിട്ടുണ്ട്, ഏഗോൺസ് കോൺക്വസ്റ്റ്. നമ്മളിത് എപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയാണ്. ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ അവസാനമാകുമ്പോൾ ഇനി സ്പിൻ ഓഫ് വരുന്നത് ഏഗോൺസ് കോൺക്വസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഈ ടർഗേരിയൻ്റെ ഫസ്റ്റ് ചങ്ങായി ഏഗോൺ 1 ടർഗേരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചങ്ങായിൻ്റെ കഥ അത് കൺഫേംഡ് ആയിട്ടുണ്ട്. 2 ഓപ്ഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ സീരീസ് ആക്കും, ഇല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മൂവി ആക്കും. മൂവി ഐഡിയ വിൽ ബി ഗുഡ്. ഇനിയിപ്പോൾ വാർണർ ബ്രോസിനെ നെറ്റ്ഫ്ലിക്സ് ആണല്ലോ എടുക്കണം. നെറ്റ്ഫ്ലിക്സിന് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് സിനിമയോ അല്ലെങ്കിൽ ഒരു സീരീസോ ആക്കുന്ന പറയുന്നത്. സിനിമ വാർണർ ബ്രോസ് ആക്കിയാൽ പൊളിക്കും. കാരണം ഈ ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ പോലെ സിനിമേൻ്റെ 1, 2, 3 അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നൈസായിരിക്കും. ഒരു ഡ്യൂൺ ലെവൽ എടുക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ അപ്ഡേറ്റ്സുകൾ വരുന്നത്. എടുക്കും എന്നൊക്കെയാണ് ഇവർ അപ്ഡേറ്റ്സുകൾ വരുന്നത് വാർണർ ബ്രോസിൻ്റെ. പിന്നെ ആര്യ സ്റ്റാർക്കിൻ്റെ ഇന്ന് കുറേ ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സംഭവം, അതിനൊന്നും പ്രമോഷനേ കാണാനില്ല. ആര്യ സ്റ്റാർക്കിൻ്റെ എനിക്ക് തോന്നുന്നു അതായിരിക്കും കിടിലാകാൻ പോകുന്നത്. നോക്കട്ടെ, ഈ പൊക്കി അടിച്ച ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗനേക്കാളൊക്കെ നന്നായിരിക്കും അത്. ആര്യ സ്റ്റാർക്കിൻ്റെ ഒരു സ്പിൻ ഓഫ് വരുന്നുണ്ട്, പക്ഷേ മേസി വില്യംസ് അറിഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച്. ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. മേസി വില്യംസിൻ്റെ കാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഇത് എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോൺ സ്നോൻ്റെ ഒരു സ്പിൻ ഓഫ് അവർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ ആര്യ സ്റ്റാർക്കിനെ പിടിച്ചിരിക്കുകയാണ്. ഒറിജിനൽ ആര്യ സ്റ്റാർക്ക് വരുമോ, ഇനി പുതിയ ആളെ കൊണ്ടുവരുമോ എന്നറിയില്ല. അതാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അവിടെ നിന്നുള്ള അപ്ഡേറ്റ്. ഇനി ഇതേപോലെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർ വാഴ്സിൻ്റെ ഫ്രാഞ്ചൈസിൽ നിന്നാണ്. സ്റ്റാർ വാഴ്സിനെ കുളം തോണ്ടിയ വോക്നെസ് കുത്തിവെച്ച് കഥയും മറ്റേതൊക്കെ കൊളാക്കി വെച്ച് ആകെ ഇവർ ചെയ്തത് ആൻഡോർ ഗ്രീൻ ലിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആൻഡോർ എടുത്തു എന്നുള്ള ഒറ്റ കാര്യമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ കുറ്റം പറയുന്നില്ല. കാത്ലിൻ കെന്നഡി എന്നൊരു സ്ത്രീയാണ്. ഇവരാണ് ഇതിനെ ഇല്ലാതാക്കിയിട്ട് 14 കൊല്ലമായിട്ട് ലൂക്കസ് ഫിലിംസിൻ്റെ മെയിൻ ആളാണ് കാത്ലിൻ കെന്നഡി. അവർ രാജിവെച്ചു. ഓക്കെ, സ്റ്റാർ വാർസ് ഫാൻസൊക്കെ ഭയങ്കര ആഘോഷമാണ് എക്സിലും റെഡിറ്റിലൊക്കെ. ശല്യം പോയെന്ന് പറഞ്ഞിട്ട്. ഇനി വരുന്നത് ഡേവ് ഫിലോനി എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായാണ്. പൊളിയാണ്. അശോക, മാൻഡലോറിയൻ ഒക്കെ എടുത്ത ആളാണ്. അതിൻ്റെയൊക്കെ ക്രിയേറ്റർ ആയിട്ടുള്ള ആളാണ്. പിന്നെ ഈ അനിമേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ ലൂക്കസ് ഫിലിംസിൻ്റെ, ഈ ജോർജ് ലൂക്കസിൻ്റെ അനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ ആളും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നൈസ് പ്രോജക്ട്സിന് വരാൻ സാധ്യതയുണ്ട് സ്റ്റാർ വാർസ് എന്ന്. ഓക്കെ, അതൊരു നല്ല കാര്യം.
നല്ലൊരു കാര്യം നടന്നു. ഗോഡ് ഓഫ് വാറിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. റയൻ ഹേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറുണ്ട്, നമ്മുടെ സൺസ് ഓഫ് അനാർക്കിയിലുണ്ട്, പുള്ളി വാക്കിംഗ് ഡെഡിലും കൊണ്ട് ഒരു സൈസ് ചങ്ങായിയാണ്. പുള്ളിയാണ് ക്രേറ്റോസ് ഗോഡ് ഓഫ് വാർ ഗെയിം കളിച്ചവർക്ക് അറിയാം. ഞാൻ കുറച്ച് കളിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നാലും നൈസ് ഒരു സംഭവമാണ്. അത് ഫാൻസ് ഒരുപാട് ഫാൻസുള്ള സംഭവമാണ്. അപ്പോൾ ഈ തെറി കേൾക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അപ്പം തെറി വിളിക്കും, അറിയാല. ഗെയിമിനെ പിടിച്ച് സീരീസ് ആക്കുമ്പോൾ ആമസോണിലാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. നോക്കി കണ്ടൊക്കെ ചെയ്താൽ തെറി കേൾക്കാണ്ടിരിക്കുക. പിന്നെ ലാറ ക്രോഫ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്, സോഫി ടേണറിൻ്റെ. അതും ആമസോണിൻ്റെ സീരീസാണ്. ആരാ എടുക്കുന്നത്? ഫ്ലീ ബാഗ് എടുത്ത അവരില്ലേ, എന്താണ്, ഫീബി വാളർ ബ്രിഡ്ജ്, അവരാണ് സീരീസ് എടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി, ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോഫി ടേണർ ആസ് ആൻ ആക്ട്രസ് ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ നൈസായിരുന്നു. പിന്നീട് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ വലിയ സംഭവത്തിലും കണ്ടിട്ടില്ല. ലാറ ക്രോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആക്ഷനും സംഭവങ്ങളൊക്കെയാണ്. സോഫി ടേണർ ഇതുവരെ ഒരു ആക്ഷൻ ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. സോ ഇറ്റ് വിൽ ബി സംതിങ് ന്യൂ. വരട്ടെ. അതും ആമസോണിലാണ്. ആമസോൺകാർ എല്ലാ ഗെയിമിൻ്റെ റൈറ്റ്സും മേടിച്ച് ലാറ ക്രോഫ്റ്റ് വരട്ടെ, ഗോഡ് ഓഫ് വാർ വരട്ടെ, എല്ലാം വരട്ടെ. ഇപ്പോൾ മറ്റേ ഇത് വന്നുകൊണ്ടിരിക്കില്ല, ഫോൾ ഔട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാത് കിട്ടില്ല. ഗെയിമിനൊക്കെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, പോളിസാണ്. അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് എല്ലാ ഗെയിമിനും എടുത്തിട്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെയിമിന് എത്ര അടിപൊളിയാക്കി എടുത്താലും ഈ ഗെയിം ഫാൻസിൻ്റെ നിന്ന് നിങ്ങൾക്ക് അംഗീകാരം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നോർമലായിട്ടുള്ള ആൾക്കാരുടെ നിന്ന് കിട്ടുള്ളൂ. അത് അറിയാലോ, അവർ അത്രയും പാഷനേറ്റ്. കാരണം അവരൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവരതിൽ കളിച്ച് തീർത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, അതൊന്നും ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവർ കുറ്റം പറയും എക്സിലും. ഇപ്പോൾ തന്നെ ഫോളോ ഔട്ടിനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട് എക്സിലും ഇതൊക്കെ. ഇവർ കുറ്റം പറയുന്നത്. ഞാൻ ഈ ഫോളോ ഔട്ട് അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, അറിയാം എങ്ങനെ ഗെയിമൊക്കെ ആണെന്നുള്ള കാര്യം, അപ്പോകലിപ്റ്റിക് സംഭവമൊക്കെ ആണെന്നുള്ള കാര്യം. കളിച്ചിട്ടൊന്നുമില്ല. ഞാൻ സീരീസൊക്കെ ഉണ്ട്, സംഭവം എന്നുകൊണ്ട് ഇതൊക്കെ എടുത്ത് എക്സലും റെഡിറ്റിലൊക്കെ ആൾക്കാർ എന്താ പറയുന്നത് നോക്കാലോ, ഫുള്ള് കുറ്റം. ഇതെന്താ അങ്ങനെ, ഇവൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ, ഇവൻ ഗെയിമിൽ അങ്ങനെ അല്ലല്ലോ, അറിയാമല്ല. അപ്പോൾ അതാണ് വേറൊരു സംഭവം. പിന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം, ഞെട്ടിച്ചല്ല, സന്തോഷ വാർത്ത, യൂഫോറിയൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. 3rd സീസൺ അങ്ങനെ അവസാനം, കാത്തിരിപ്പിൻ്റെ അവസാനം വരികയാണ് ഏപ്രിൽ 12. അത് എത്ര കൊല്ലമായി അറിയാം. അതായത് യൂഫോറിയ വാസ് വെരി നൈസ് ആക്ച്വലി. അതായത് അതിൻ്റെ കാസ്റ്റ് തന്നെ എടുത്ത് നോക്ക്. എൻ്റെ അമ്മ സെൻഡയ്യ, മറ്റേ ചങ്ങായിൻ്റെ പേരുണ്ടല്ലോ, അത് നിങ്ങളൊരു കാസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഈ പേര് അറിയാലോ, ഒത്തിരി സീനാണ്. എല്ലാവരും ഈസ് ലൈക്ക് എ ഹോളിവുഡ് ലൈക്ക് ബിഗ് ആക്ടേഴ്സ്. അപ്പോൾ അവരിനൊക്കെ ഇനി തിരിച്ച് ഈ ഒരു സീരീസിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റൊന്നും ഇവർക്ക് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത്. ഇപ്പോൾ അവസാനം വരുന്നുണ്ട്. ട്രെയിലർ വാസ് നൈസ്. നമ്മുടെ സിഡ്നി സ്വീനി, സോറി പേരെത്തി സീനാണ്, സിഡ്നി സ്വീനി ഓൺലി ഫാൻസിൻ്റെ. ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സംഭവമുണ്ട്, സിഡ്നി സ്വീനി ഓൺലി ഫാൻസ് അതിൻ്റെ ആളായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൺഫേംഡായി. ഓൺലി ഫാൻസിലെ ഒരാളായിട്ടാണ്, ഓൺലി ഫാൻസൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് സിഡ്നി സ്വീനി ഇതിലുള്ളത്. അവർ ക്യാരക്ടർ ആർക്ക് അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നൈസ്. അതായത് അവരുടെ നമുക്ക് ഹൈസ്കൂളിൽ നിന്ന് അറിയാം, ഇനിയിപ്പോൾ അവരുടെ ഫ്യൂച്ചർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നൈസ്, വരട്ടെ. എന്തായാലും കുറച്ച് വിയേർഡ് സീൻസ് ഉണ്ടാവും, ഉറപ്പാണ്. ഇതിൻ്റെ ഈ ഷോ ഉണ്ടാക്കണവനുണ്ടല്ലോ, അവനൊരു ചങ്ങായി, ഡാർക്ക് ചങ്ങായാണ്. അവൻ്റെ മുന്നത്തൊരു വീക്കെൻഡ് അഭിനയിച്ചൊരു സീരീസ് ഉണ്ട്, ഇതേ ഈ യൂഫോറിയ എടുത്തവൻ്റെ. അതൊന്ന് കാണണം. വെരി വിയേർഡ് മാൻ. വിയേർഡ് പറഞ്ഞാൽ ഈ ഓരോ സെക്ഷൽ ഫാൻറ്റസി മറ്റേതൊക്കെ ഒരു അങ്ങനത്തെ ഒരു സംഭവമുള്ള സാധനമാണ്.
അപ്പോൾ ഇപ്പോൾ പുള്ളി തന്നെയാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഫോർ ഏപ്രിൽ വരട്ടെ. ഇനി നമ്മുടെ അവസാനത്തെ കാര്യം, അത് പുതിയൊരു ഡിഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങ് ബോളിവുഡിൽ നിന്നും. അങ്ങനെ ഫൈനലി വി ഗോട്ട് ഒരു ഇന്ത്യൻ ഡിഡി ഫോർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ റെഡിറ്റിൽ പല ആൾക്കാരും പല റൂമേഴ്സും മറ്റേതൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് വരും. ഇതൊക്കെ റൂമേഴ്സ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത് ഒരിക്കലും. സ്മൃതി മന്ദാരൻ്റെ കേസ് തൊട്ട് തുടങ്ങിയതാണ്. ഫസ്റ്റ് ഈ ന്യൂസുകളും എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് റെഡിറ്റിലായിരിക്കും. അപ്പോൾ റെഡിറ്റുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുക. വേറെ അതിലിപ്പോൾ തിരിച്ച് ചോദ്യമോ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് കാർത്തിക് ആര്യൻ്റെ കാര്യം. കാർത്തിക് ആര്യനെ അറിയാലോ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ സമയത്ത് അങ്ങനെ എന്തോ ആണ് ഗോവയിൽ വെച്ചിട്ട് ഒരു ബീച്ചിൽ മറ്റേ ഇങ്ങനെ കിടക്കണ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു ഫോട്ടോ ഇട്ടു. അപ്പോൾ ആൾക്കാർ ഇതെങ്ങനെ ഇവരൊക്കെ കണ്ടുപിടിക്കുന്നത്, അത് ഒരു ഐഡിയ ഇല്ല, എങ്ങനെയോ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പെൺകുട്ടി ബ്രിട്ടീഷുകാരിയോ അങ്ങനെ എന്തോ ആണ്, ഫോറിനറാണ്. ആ പെൺകുട്ടിയുടെ ഇതേപോലെ സ്റ്റോറി ഇട്ടതിലും സെയിം ആ കിടക്കണ സംഭവം ബ്ലാങ്കറ്റ്, കിടക്കണ അവിടെ ഒരു ബ്ലാങ്കറ്റ് വിരിക്കും എപ്പോഴും. ആ സെയിം ബ്ലാങ്കറ്റും ഒരു വോളിബോൾ, ഈ ബീച്ച് വോളിബോൾ കളിക്കുന്ന ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട് സൈഡിൽ, ആ സെയിം സാധനം ഒരേ ദിവസം. അതും പോരഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർ ഈ പ്രശ്നത്തിന് ശേഷം അൺഫോളോ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനിപ്പോൾ എന്താ, രണ്ടുപേര് സീക്രട്ടായിട്ട് സിനിമ നടന്മാർ പിന്നെ പബ്ലിക്കായിട്ട് ഡേറ്റിങ്ങും മറ്റേതൊക്കെ ചെയ്യുമോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വേറെ കാര്യം ആലോചിക്കുന്നത്. ആ പെൺകുട്ടിക്ക് 17 വയസ്സുള്ളൂ. തുടങ്ങിയില്ല പിന്നെ റെഡിറ്റ് മുഴുവൻ ഇത് പറയുന്നത് കാർത്തിക് ആര്യൻ്റെ PR ടീംസ് ഇറങ്ങി ഇതൊക്കെ ഫേക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ബഹളമായി. ഇത് ഒരാഴ്ചയായി നടന്നിട്ട്, ന്യൂ ഇയറിൻ്റെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് നടന്നത്. പിന്നെ അവസാനം ഇപ്പം എന്തായി, പുതിയ കുറേ അലിഗേഷൻസും. ഈ കാർത്തിക് ആര്യൻ ആകെ ഒരു 1200 പേര് എന്തോ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ പിന്നെ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കാനും, അനന്യ പാണ്ഡ്യൻ്റെ പണ്ടത്തെ പുള്ളിക്കാരിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് എന്തോ ഒരു കമൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ആൾക്കാർ പിന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി. കാർത്തിക് ആര്യൻ സ്നാപ്ചാറ്റിൽ ഇതുപോലെ വേറെ ഏതോ ഒരു പെൺകുട്ടിക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ എന്തായി, മൊത്തത്തിൽ കുറച്ച് ചീത്തപ്പേര് മോശം പേരാണ് ഇപ്പോൾ കാർത്തിക് ആര്യൻ ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഡിഡി ഫാനാണ് എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് അതിൻ്റെ ആൾക്കാരൊക്കെ മറക്കുമായിരിക്കും. എന്തായാലും കുറേ മീംസും ട്രോൾസൊക്കെ വരുന്നുണ്ട്. ഫുള്ള് കോമഡിയാണ്. പുതിയ ഡിഡി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു അണ്ടർ ഏജ് ആയിട്ടുള്ളൊരു പെൺകുട്ടിനെ ആയിട്ട് കാർത്തിക് ആര്യൻ കണ്ടു. ഇവർ തമ്മിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് ശേഷം അൺഫോളോ ചെയ്തു. ആ പെൺകുട്ടി ഇങ്ങനെ എല്ലാവരും വന്ന് മെസ്സേജ് അയച്ചിട്ടോ കമൻറ്റ് ചെയ്തിട്ടോ എന്തോ എനിക്ക് കാർത്തികിനെ അറിയില്ല, ആരാണിത് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് അല്ല മറ്റേ ബയോയിൽ നമ്മൾ ഇത് എഴുതില്ലേ, ബയോ എഴുതില്ലേ, ആ ബയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയില്ല, ഇത് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ റെഡിറ്റിൽ പറഞ്ഞാണോ ഞാൻ വിശ്വസിക്കും. ഇത് നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ മണ്ടന്മാർ. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസുകൾ. അപ്പോൾ ന്യൂസൊക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ നമ്മുടെ അടുത്ത സെക്ഷൻ. നമ്മുടെ അപ്ഡേറ്റ്സാണ്. ഇനി വരാനുള്ള റിലീസുകളും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും നമുക്കത് നോക്കാം. ഇനി വരാനുള്ള റിലീസുകൾ നമ്മുടെ മലയാളത്തിൽ ഈ ജനുവരി 22 ചത്ത പച്ച ഇറങ്ങുന്നുണ്ട്. അതെന്തോ ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കായിട്ടാണ് ഇറങ്ങുന്നത്. ധർമ്മ പ്രൊഡക്ഷൻസും സീരീസും അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതൊക്കെ കണ്ടു. അതിൽ വൻ എന്തോ പരിപാടിയാണ്. റെസ്ലിങ്ങിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ചത്ത പച്ച. ബേബി ഗേൾ ഇറങ്ങുന്നുണ്ട് 23 ലിസ്റ്റിൻ സ്റ്റീഫൻ നമ്മുടെ നിവിൻ പോളിയായിട്ട്. നിവിൻ പോളിൻ്റെ
ഇപ്പോൾ 100 കോടി അടിച്ചല്ലോ. ഇനിയിപ്പോൾ പഴയ സിനിമയൊക്കെ പൊടി തെറ്റിയെടുത്തതാണോ ഇതെന്തൊരു പെട്ടെന്ന് റിലീസ്, പറയലും ട്രെയിലർ ഇറങ്ങലും ഒക്കെ കൂടി ഒരുമിച്ചാണ്. സിനിമ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു പരിപാടിയാണ്, ഒരു ഒരു ദിവസത്തെ കഥയോ അങ്ങനെ എന്തോ ആണ്. വരട്ടെ, എന്തായാലും നോക്കാം. നല്ല കാലമാണ്. അതിപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടുമോ അറിയില്ല. അവസാനം ലിസ്റ്റിൻ സ്റ്റീഫനൊരു ഹിറ്റ് കിട്ടിയാണെങ്കിൽ കിട്ടിക്കോട്ടെ, കുറച്ചായി കിട്ടിയിട്ട്. അപ്പോൾ അതും നടക്കട്ടെ. 23-ാം തീയതി ബേബി ഗേൾ നിവിൻ പോളിൻ്റെ. പിന്നെ 30-ാം തീയതി ജീത്തു ജോസഫിൻ്റെ വലതുവശത്തെ കള്ളൻ, ബിജു മേനോനും ജോജു. പിന്നെ വരുന്നത് സീരീസാണ് ദ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം വരുന്നുണ്ട് ജനുവരി 19-ാം തീയതി. ഓക്കെ, ആഴ്ചയിൽ ഒരു ആയിരിക്കും. HBO അല്ലേ, ആഴ്ചയിൽ ഒരു എപ്പിസോഡായിരിക്കും. നല്ലതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ പോലെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ജയറാമിൻ്റെയും മകൻ കാളിദാസിനും കൂടി അഭിനയിക്കുന്ന ആശകളായിരം എന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഫാമിലി മൂവിയാണ്. ഫെബ്രുവരി 6-ാം തീയതി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ റിലീസിനുള്ള സിനിമകൾ. പിന്നെ മാർച്ച് 23-ാം തീയതി മാർട്ടി സുപ്രീം വരുന്നു പറയുന്നുണ്ട്. ഈ ചങ്ങായിക്ക് ടിമോത്തി ശാലമേന് അവാർഡ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കാണാൻ വഴിയില്ല. ആ A24 ആണെങ്കിൽ ഇനി അമേരിക്ക ഇങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ ഇറക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് കാണണ്ടേ, അറിയില്ല. ബുക്ക് മൈ ഷോയിലേക്ക് 23 കാണിക്കുന്നുണ്ട്, വന്നാൽ കാണാം. ഓക്കെ, സോ ദാറ്റ്സ് ഇസ് റിലീസസ്. ഇനി നമുക്ക് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറേ കിടിലൻ പുതിയ പ്രോജക്ട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഫോൾ ഔട്ട്, ഞാൻ വീണ്ടും പറയുന്നത് ആമസോൺ പ്രൈമിൽ 5 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. പൊളിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സീസൺ 2 ആണിത്. ഫസ്റ്റും കാണുക, ഇതും കാണുക. നൈറ്റ് മാനേജർ, നമ്മുടെ ലോക്കിയുടെ ടോം ഹിഡിൽസ്റ്റൻ്റെ നൈറ്റ് മാനേജർ, കൊല്ലങ്ങൾക്ക് ശേഷം കുറേ കൊല്ലമായി ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ട്. അതിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അതുമുണ്ട്. ന്യൂറംബർഗ് വന്നിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ. നമ്മുടെ ഹിറ്റ്ലർ, ആ ഒരു പരിപാടി, ഹിറ്റ്ലറൊക്കെ നാസിക്കാർ തോറ്റിട്ട് അവരുടെ വാദിക്കുന്ന ആ ഒരു പരിപാടിയാണ്. അവരിനെ കോടതി കയറ്റുന്ന പരിപാടിയാണ് ന്യൂറംബർഗ് ആമസോൺ പ്രൈമിൽ. അഗത ക്രിസ്റ്റി 7 ഡയൽ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്. 3 എപ്പിസോഡ് അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടത്. 3 എപ്പിസോഡേ ഉള്ളൂ. ഇനിയിപ്പോൾ വരുമോയെന്ന് അറിയില്ല. ദാറ്റ് ഈസ് ലൈക്ക് ഹൂഡ് ആൻഡ് ഇറ്റ്. അഗത ക്രിസ്റ്റിൻ്റെ നോവൽസിന് അറിയാലോ, എപ്പോഴും ഒരു ട്വിസ്റ്റ്, ലാസ്റ്റ് ട്വിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഹൂഡ് ആൻഡ് ഇറ്റും നമ്മുടെ നൈസ് ഔട്ട് പോലത്തെ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇത് കണ്ടോ. അഗത ക്രിസ്റ്റി 7 ഡയൽ. ഓക്കെ, പിറ്റിൻ്റെ സീസൺ 2 ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്കത് കാണാൻ സമയം കിട്ടിയിട്ടില്ല. പിറ്റ് സീസൺ 2 കാണണം. പൊളിയായിരിക്കും. ഓഫ് കോഴ്സ് അറിയാമല്ല. വെപ്പൺസ് ഇറങ്ങിയിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. പിറ്റും ജിയോ ഹോട്ട്സ്റ്റാറില്ല. കോപ്പൻഹാഗൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാം. ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ്. പക്ഷേ ഒരു പോലെ നമ്മുടെ ഷാങ്ചിയിൽ അഭിനയിച്ച സിമു ലിയു ഇല്ലേ, പുള്ളിയാണെങ്കിൽ എന്തോ ഒരു അപാകതയുണ്ട്. പക്ഷെ എന്നാൽ കഥ നൈസാണ്. ഒരു വെറൈറ്റിയാണ്, വേണമെങ്കിൽ കാണാം. പിന്നെ മസ്റ്റ് വെച്ചാൽ ഇൻഡസ്ട്രീൻ്റെ സീസൺ 4 അതും ഒരു എപ്പിസോഡ് ഇറങ്ങിയില്ല, അത് ഞാൻ കണ്ടു. പൊളി. ആ ഇൻഡസ്ട്രിക്കാരും പക്കയാണ്. എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഈ ബാങ്കേഴ്സ് എന്ന് പറയില്ലേ, അപ്പോൾ എന്താണ് ഈ ബാങ്കർമാർ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ കഥയാണ് അത്. ബ്രിട്ടീഷ് എപ്പോഴും ഈ വാൾ സ്ട്രീറ്റ്, ന്യൂയോർക്ക്, ആ ഒരു ലെവലിലായിരിക്കും എപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കഥ എന്ന് പറയുമ്പോൾ പോകും. ഇത് പക്ഷേ അങ്ങ് UK സോ അവരുടെ ആ ഒരു കൾച്ചറും അവരുടെ ഒരു റഫ് കൾച്ചറാണ്, അതൊക്കെ കാണിക്കുന്നതാണ് ഇൻഡസ്ട്രി സീസൺ 4. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീക്സ് പോഡ്കാസ്റ്റ്. സോ നെക്സ്റ്റ് വീക്ക് 22 കഴിയില്ലേ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് കുറേ ഉണ്ട്. നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം കാണണം, 22-ന് ചത്ത പച്ച കാണണം, ബേബി ഗേൾ നോക്കിയിട്ടേ കാണുന്നുള്ളൂ. സംശയമുണ്ട്. 23-ാം തീയതി നല്ലതാണെങ്കിൽ ബേബി ഗേളും കാണണം. ഓക്കെ, സോ നെക്സ്റ്റ് വീക്കിനെ കുറിച്ച് റിവ്യൂസ് ആയിട്ട് വരാം. സോ ദാറ്റ്സ് ഇറ്റ്.